ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കുടുംബത്തോടെ വന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് ദൈവപിതാവിനും ഈശോ തമ്പുരാനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജു, ഇതെൻ്റെ ഹസ്ബൻഡ് അബി, എൻ്റെ മക്കൾ എവലിൻ ആൻഡ് എലൈന. ഞങ്ങൾ കുവൈറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ കുവൈറ്റിൽ മിനിസ്ട്രിയിൽ നേഴ്സായിട്ടും ഹസ്ബൻഡ് ലാബ് ടെക്നീഷ്യനായിട്ടും മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തെപ്പറ്റി അറിയുന്നത് ഹസ്ബൻഡിൻ്റെ മമ്മി വഴിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ധാരാളമായി കൂടുമായിരുന്നു. ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ 25 ആയിരുന്നു. അന്ന് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ കാരണം, അന്ന് ഹസ്ബൻഡ് കുവൈറ്റിലെ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ലാബ് ടെക്നീഷ്യനായിട്ട്. അണ്ടർ മോയിച്ച് എന്ന് പറയും, കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അങ്ങനെ അണ്ടർ മോയിച്ചിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷമായി അവിടെ ജോലി ചെയ്യുന്നത്. ആ സമയത്ത് കമ്പനി പറഞ്ഞു, ഇനി നിങ്ങളുടെ കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല, നിങ്ങൾക്ക് വേറെ ജോലി നോക്കാം എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ വെക്കേഷന് വരുന്നത്, 2023 ഒക്ടോബറിൽ. അപ്പോൾ ആ കോൺട്രാക്റ്റ് 2024 ജനുവരി വരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ പ്രത്യേകമായി നിയോഗം ഹസ്ബൻഡിൻ്റെ ജോലിക്കാരും വെച്ച് തിരിച്ച് കുവൈറ്റിലേക്ക് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയി. ആ സമയത്ത് കമ്പനി 1 വർഷം കൂടെ കോൺട്രാക്റ്റ് പുതുക്കി കൊടുത്തു. 2025 ജനുവരി 31 വരെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുവൈറ്റിലെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 2024 സെപ്റ്റംബറൊക്കെ ആയപ്പോഴത്തേനും കമ്പനി വീണ്ടും പറഞ്ഞു, ഇനി നിങ്ങളുടെ കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല, നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ വേറെ ജോലി നോക്കാമെന്ന്. അപ്പം നാട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് പോസിബിൾ അല്ലായിരുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെ കുവൈറ്റിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അപ്പം ഹസ്ബൻഡ് ഒറ്റയ്ക്ക് നാട്ടിലേക്ക് പോകുന്നത് പോസിബിൾ അല്ലായിരുന്നു. എന്നാലും ഞങ്ങൾ മാതാവിൽ ഉറച്ചു വിശ്വസിച്ച് ഞങ്ങൾ 2024 ഒക്ടോബറിൽ വീണ്ടും വെക്കേഷന് വന്നു ഇവിടെ. ആ സമയത്ത് വെക്കേഷന് വന്ന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പം അവിടുന്ന് കുവൈറ്റിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫ്രണ്ട്സൊക്കെ വിളിച്ച് പറഞ്ഞു, കുവൈറ്റ് മിനിസ്ട്രിയിൽ ഡയറക്റ്റായി ലാബ് ടെക്നീഷ്യന്മാരെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ നാട്ടിലായിരുന്നു, വേറെ ആർക്കും അത് കൊടുക്കാൻ സാധിക്കത്തില്ലായിരുന്നു, ഞങ്ങൾ ഡയറക്റ്റ് പോയി കൊടുക്കണമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഓൾറെഡി റിട്ടേൺ ടിക്കറ്റൊക്കെ എടുത്തത് കാരണം അത് മാറ്റി ഞങ്ങൾക്ക് പോകാൻ സാധിക്കത്തില്ലായിരുന്നു. ഏതായാലും ഞങ്ങൾ ഇവിടെ വന്നു, കൃപാസനത്തിൽ വന്നു. 2024 ഒക്ടോബർ 19 വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുകയും ഹസ്ബൻഡ് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിൽ പ്രത്യേകമായി ഹസ്ബൻഡിൻ്റെ ജോലിക്കാര്യം തന്നെ ഞങ്ങൾ നിയോഗമായി വെച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ചെന്നു. ഏകദേശം 1 മാസത്തോളം ഞങ്ങൾക്ക് വെക്കേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് വീണ്ടും ഫ്രണ്ട്സ് പറഞ്ഞു, അവർ ഡയറക്റ്റ് മിനിസ്ട്രിയിൽ സബ്മിറ്റ് ചെയ്ത ബയോഡാറ്റ എല്ലാം റിജക്റ്റായി. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി ത്രൂ മാത്രമേ നമുക്ക് ബയോഡാറ്റ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ലീവ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കുവൈറ്റിൽ ചെന്നു, കമ്പനി ത്രൂ ബയോഡാറ്റ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ 2025 ജനുവരി 31 ഹസ്ബൻഡിൻ്റെ കമ്പനിയിലുള്ള ജോലി തീർന്നു, വീട്ടിലിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിൽ നന്നായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഏകദേശം ഒരു ഫെബ്രുവരി 15 ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അതായത് മിനിസ്ട്രിയിൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു, ഇനി ബാക്കി ഫോർമാലിറ്റി നിങ്ങൾക്ക് തുടരാമെന്നുള്ള രീതിയിൽ. ആ വന്നതിൽ ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ ഹസ്ബൻഡിൻ്റെ പേരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അനുഗ്രഹം നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ബാക്കി ഫോർമാലിറ്റീസ് ആദ്യമായിട്ട് അവിടെ ചെയ്യേണ്ടത് മെഡിക്കലാണ്. മെഡിക്കൽ ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ വരികയും മെഡിക്കൽ കഴിയുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി ധ്യാനത്തിൽ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ വൈകിയാണെങ്കിലും റിസൾട്ട് വന്നു. അങ്ങനെ സെക്കൻഡ് ബാച്ചിലേക്ക് ഹസ്ബൻഡിൻ്റെ പേര് വന്നുപോയി. അത് കഴിഞ്ഞ് മെഡിക്കൽ കഴിഞ്ഞ് പിന്നെ മെഡിക്കൽ ലൈസൻസ് അതെല്ലാം പുറകിലായിപ്പോയി. അപ്പോഴത്തേക്കും ഒരു ബാച്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കയറിപ്പോയിരുന്നു. അപ്പോൾ ഇവർ ചെന്ന സമയത്ത് മിനിസ്ട്രി എന്ന് പറഞ്ഞു, ഇനി ആരും മിനിസ്ട്രിയിലേക്ക് വരണ്ട, ഇപ്പം നിങ്ങളുടെ കമ്പനി ത്രൂ കമ്പനി മാനേജറാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്ന്. ആദ്യം ഞങ്ങൾക്കത് കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമമായി, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന്. പക്ഷേ പിന്നീടാണ് ഞങ്ങൾക്കത് മാതാവ് തന്ന ഒരു അനുഗ്രഹമാണെന്ന് ഞങ്ങൾ അറിയുന്നത്. കാരണം ഞങ്ങൾക്ക് പിന്നെ മിനിസ്ട്രിയിലേക്ക് പോകേണ്ട വന്നില്ല, ഞങ്ങൾക്ക് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. ഹസ്ബൻഡിന് കമ്പനി മാനേജർ തന്നെ എല്ലാ ഫോർമാലിറ്റീസും ഫിനിഷ് ചെയ്തു. അങ്ങനെ വിത്തിൻ 3 മന്തിനുള്ളിൽ ഏപ്രിൽ 23 മിനിസ്ട്രി സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അത് ആദ്യം കമ്പനിയിൽ ചെയ്തുകൊണ്ടിരുന്ന അതേ സെയിം സ്ഥലത്ത് തന്നെ ഇവർക്ക് മിനിസ്ട്രി സ്റ്റാഫായിട്ട് ജോലി ലഭിച്ചു.
അത് ഹസ്ബൻഡ് ലാസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ മാതാവിൻ്റെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു, മാതാവ് ഈ സ്ഥലത്ത് തന്നെ എനിക്കൊരു മിനിസ്ട്രി സ്റ്റാഫായിട്ട് ജോലി ലഭിക്കണേന്ന്. കാരണം അതൊരു ബ്ലഡ് ബാങ്ക് ആയിരുന്നു, അവിടെ കൂടുതൽ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരു 10 വർഷമായിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ള റൂട്ടീനായിട്ടുള്ള ടെസ്റ്റുകളെ പറ്റിയുള്ള എല്ലാ ടച്ചും വിട്ടിരുന്നു. അപ്പം ഏതെങ്കിലും ഒരു വേറെ ഹോസ്പിറ്റലിലാണ് കിട്ടിയിരുന്നെങ്കിൽ അത് ഒന്നേന്നോട്ട് എല്ലാം പഠിച്ചെടുക്കണമായിരുന്നു. അപ്പം അതിന് മാതാവ് ഞങ്ങൾക്ക് ഇടവരുത്തിയില്ല. ആ സെയിം സ്ഥലത്ത് തന്നെ ഞങ്ങൾ മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോ വഴിയായി ആ സെയിം സ്ഥലത്ത് തന്നെ ഹസ്ബൻഡിന് ജോലി ലഭിച്ചു. അത് ഈശോ വഴിയായി മാതാവ് ഞങ്ങൾക്ക് നേടിത്തന്ന വലിയൊരു അനുഗ്രഹമായി ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഞങ്ങളുടെ രണ്ടാമത്തെ സാക്ഷ്യം, അവിടെ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, അവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഇക്വാലൻസ് ചെയ്യണമായിരുന്നു. അപ്പം കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ ഹയർ എന്നാണ് ആ പ്രൊസീജിയറിന് പറയുന്നത്. ആ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോഴത്തേനും അത് റിജക്റ്റ് ആയിപ്പോയി. കാരണം റിജക്റ്റ് ആയെന്ന് വെച്ചാൽ ഹസ്ബൻഡ് അത് ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ച കോളേജിൽ നിന്ന് മിനിസ്ട്രിക്ക് റിപ്ലൈ കിട്ടിയിരുന്നത്. കാരണം ഹസ്ബൻഡ് പഠിച്ചത് പാലായിലാണ്, പക്ഷേ ഇവരുടെ യൂണിവേഴ്സിറ്റി പഞ്ചാബിലാണ്. അപ്പം മിനിസ്ട്രി എൻക്വയറി നടത്തിയപ്പം യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാണ് അവർക്ക് റിപ്ലൈ കൊടുത്തത്. അത് കാരണം ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അന്ന് ഞങ്ങളത് ഉപേക്ഷിച്ചിരുന്നു. പക്ഷേ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പം ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ പിന്നീടുള്ള ജോലിയുടെ കണ്ടിന്യൂറ്റിക്ക് അല്ലെങ്കിൽ അത് ബാധിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളത് പ്രത്യേക നിയോഗം വെച്ച് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ ഹയർ എന്നുള്ള പ്രൊസീജിയർ മാറി അവിടെ കോഡ്രിപേ എന്ന് പറഞ്ഞ വേറൊരു പ്രൊസീജിയർ അതിന് പകരമായിട്ട് വന്നു. അതുവഴി ഞങ്ങളത് അപ്ലൈ ചെയ്തു. വിത്തിൻ 15 ഡേയ്സിനുള്ളിൽ ആ കോഡ്രിപേ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുകയും അത് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ റിപ്ലൈ കൊടുക്കുകയും ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. ഇത് അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന അനുഗ്രഹമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. അത് കൂടാതെ തന്നെ ഹസ്ബൻഡിന് ജോലിയില്ലാത്ത സമയത്ത് എൻ്റെ ഒരാളുടെ സാലറിയിലായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. എനിക്കവിടെ ലോണും ഉണ്ടായിരുന്നു. അപ്പം വേറൊരു എക്സ്ട്രാ ചിലവ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് കടം മേടിക്കാനോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതെ മാതാവ് ഞങ്ങളെ കാത്തുവരും. പിള്ളേർക്കൊരു അസുഖം വരാനോ അങ്ങനെ ഒന്നും ഇടവരുത്തിയില്ല. വേറൊരു എക്സ്ട്രാ ചിലവ് ഞങ്ങൾക്ക് വരാതെ എൻ്റെ സാലറിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ ആദ്യം ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾ നിയോഗം വെച്ചിരുന്നു. ഞങ്ങളുടെ പിള്ളേർക്ക് 2 പേർക്കും എപ്പോഴും അസുഖങ്ങളായിരുന്നു. എല്ലാ മാസവും തന്നെ അവിടെ വെച്ച് പനി വരുമായിരുന്നു. പിന്നീട് അത് ന്യൂമോണിയ ആയിട്ട് മാറും. അങ്ങനെ അടുപ്പിച്ച് 2 പ്രാവശ്യം സിവിയർ ന്യൂമോണിയ വരികയും IV ആൻറ്റിബയോട്ടിക് അത് 2 ആഴ്ചയൊക്കെ IV ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് അങ്ങനെ സിവിയറായിട്ടുള്ള പനി വരാനൊന്നും ഇടയായിട്ടില്ല. ചെറിയ ചെറിയ പനികളൊക്കെ വരാറുണ്ട്. അതൊരു പാരസെറ്റമോൾ കൊടുക്കുന്നതിലൂടെ മാറിപ്പോവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഇത് കൂടാതെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് ഞങ്ങൾക്ക് നേടിത്തന്നിട്ടുണ്ട്. അതിനെല്ലാം ഈശോയ്ക്കും അമ്മ മാതാവിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ കുവൈറ്റിൽ അഖണ്ഡ ജപമാലയുണ്ട്. അപ്പം ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ അഖണ്ഡ ജപമാല കൂടുമായിരുന്നു. ഒരു ദിവസം ഓൺലൈനായിട്ട് അന്ന് ഹസ്ബൻഡിന് ജോലിയില്ലായിരുന്നു. ആ സമയത്ത് അഖണ്ഡ ജപമാല കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ തിരിയിൽ ഓൺലൈനായിട്ട് ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ തിരിയിൽ മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അടയാളങ്ങൾ വഴി അമ്മ മാതാവ് ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ആത്മീയമായിട്ട് കൂടുതൽ ഞങ്ങൾക്ക് വളരാനായിട്ട് സാധിച്ചു. മുടങ്ങാതെ തന്നെ എല്ലാ ദിവസവും കൊന്ത ചെല്ലാനും, ഒരു കൊന്തയല്ല കൂടുതൽ കൊന്തകൾ ചെല്ലാനും, ബൈബിള് വായിക്കുവാനും, കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവിടെ ഞങ്ങൾ കുവൈറ്റിലായതുകൊണ്ട് 2 മാസം കൂടുമ്പോഴൊക്കെ ഞങ്ങൾ കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. അതിന് കൂടുതലായിട്ട് കുമ്പസാരിക്കാനും ദിവ്യബലികളിൽ പങ്കുകൊള്ളാനും ഞങ്ങൾക്ക് സാധിച്ചു. അതെല്ലാം ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. പിന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഞങ്ങൾ ഉടമ്പടി ഉപ്പും മാതാവിൻ്റെ തൈലവും എന്നും തന്നെ ഉപയോഗിക്കും. ഇവർ സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ വിശ്വാസപ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സങ്കീർത്തനം 91 ചൊല്ലി മാതാവിൻ്റെ തൈലം പ്രാർത്ഥിച്ച് ഉപ്പും കൊടുത്തിട്ടാണ് ഇവരെല്ലാ ദിവസവും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളും ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പും അമ്മയുടെ സംരക്ഷണം, അമ്മയുടെ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് ഞങ്ങൾ കൂടുതലായിട്ടും
ഇനി സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ അവിടെ ഒരു അനാഥാലയമുണ്ട് ഞങ്ങളുടെ വയനാട്ടിൽ. അവിടേക്ക് ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള പൈസയായിട്ടും പിന്നെ രോഗികളായവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ട് അങ്ങനെ കാണുന്നത് ജെന്യൂനാന്ന് തോന്നുമ്പോൾ ഞങ്ങൾ അവർക്ക് പൈസയായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും അതുപോലെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അമ്മ മാതാവ് ഈശോയിൽ നിന്ന് നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. 5 അഗസ്റ്റിൻ എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് കുടുംബത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ച സവിശേഷമായ അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിനും ജീവിത അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. വളരെ പ്രത്യേകിച്ച് സൂചിപ്പിച്ചത് ജീവിത പങ്കാളിക്ക് കുവൈറ്റ് മിനിസ്ട്രിയിൽ ജോലി ലഭിച്ച സാഹചര്യത്തെക്കുറിച്ചാണ്. അതിൻ്റെ സാധ്യതകൾ ഏറെ വിരളമായിരുന്നെങ്കിലും അതിൻ്റെ സാധ്യതകൾ അമ്മ മാതാവ് തുറന്നു കൊടുക്കുകയും സുരക്ഷിതമായി പുതിയ ജോലി കണ്ടെത്തുവാൻ മാതാവ് സഹായിക്കുകയും ചെയ്തു. മിനിസ്റ്ററുടെ കീഴിൽ ജോലി വന്നുവെങ്കിലും പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുന്ന വിധത്തിൽ അമ്മ മാതാവ് ക്രമീകരിക്കുകയും ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതത്തെ സുരക്ഷിതമാക്കിയതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് സർട്ടിഫിക്കറ്റിൻ്റെ ഇവാലുവേഷൻ കംപ്ലീറ്റ് ആയതിനെക്കുറിച്ചാണ്. ആദ്യം അത് അയച്ചു കൊടുക്കുമ്പോൾ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് തടസ്സം വന്ന് അത് ഇൻകംപ്ലീറ്റായി വർഷങ്ങൾ കിടന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും അത് ആവശ്യമായി വന്നപ്പോൾ വീണ്ടും അത് ഇവാലുവേഷന് വേണ്ടി അയക്കുകയും അത് ശരിയായ രീതിയിൽ അത് ഇവാലുവേറ്റ് ചെയ്ത് അത് സഹോദരന് ഉപയോഗിക്കുവാൻ പറ്റുന്ന വിധത്തിൽ അത് മേൽഗതിയിലേക്ക് കൊണ്ടുപോകുവാൻ പറ്റുന്ന വിധത്തിൽ അത് ലഭിച്ചതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി ജീവിതം നമുക്ക് സവിശേഷമാം വിധം ഏതെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ജീവിതത്തിൽ അവിചാരിതമായി വന്നു ചേരുമ്പോൾ അത് ബ്രേക്ക് ചെയ്യുവാനുള്ള ഒരു മെൽറ്റിംഗ് പോയിൻ്റായി നമുക്കൊരു സഹായ ഘടകമായി ഉടമ്പടി എപ്പോഴും മാറാറുണ്ട്. ഉടമ്പടിയിൽ നമ്മൾ ദൈവനാമത്തെ പ്രഘോഷിച്ചും ഈശോയുടെ ശക്തിയിൽ ആശ്രയിച്ചുമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. എൻ്റെ എളിയ ജീവിതം അതിൻ്റെ എല്ലാ നന്മകളും ജീവിച്ചുകൊണ്ട് മുന്നേറാമെന്നാണ് ഉടമ്പടിയിൽ വാക്ക് കൊടുക്കുക. അലസമായ ജീവിതക്രമങ്ങളെ നമ്മൾ ഉപേക്ഷിക്കും, പാപാവസ്ഥകളിൽ നിന്ന് നമ്മൾ പിന്മാറും, നന്മ ചെയ്യുവാനുള്ള വഴികളെല്ലാം തേടുകയും നന്മ ചെയ്തുകൊണ്ട് ജീവിതത്തെ നമ്മൾ കൂടുതൽ ബലപ്പെടുത്തുകയും ചെയ്യും. ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവഹിതപ്രകാരം ജീവിതത്തെ കുറേ കൂടി ആഴപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുന്ന പ്രാർത്ഥനകൾ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ നമുക്കത് തടസ്സങ്ങളുണ്ടെങ്കിൽ അവ മാറ്റിത്തരികയും ക്ലേശങ്ങളെ തരണം ചെയ്യുവാൻ ആത്മശക്തി നൽകുകയും നമുക്ക് തന്നെ സ്വയമേവ നേടുവാനാവാത്ത എല്ലാ വിഷയങ്ങൾക്ക് മേലും ദൈവികമായ ഇടപെടലുകളിലൂടെ സാഹചര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് അത് അനുഗ്രഹമാകും വരെയും അമ്മയുടെയും ഈശോയുടെയും സഹായം നമുക്ക് ലഭിക്കുകയും ചെയ്യും. സഹോദരൻ്റെ ആ മിനിസ്ട്രിയിലുള്ള ജോലി ലഭിക്കുന്നതിന് 3-4 തടസ്സങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോഴും ഓരോ പ്രതിസന്ധിയിലും ദൈവം ഒളിപ്പിച്ചു വെച്ച അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സഹോദരി തന്നെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, എളിമയുള്ള മനസ്സോടുകൂടി ജീവിത വിഷയങ്ങളെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അമ്മ ഏറ്റെടുത്ത് ഈശോയ്ക്ക് കൊടുക്കുകയും നമുക്ക് ഗുണകരമായി ഭവിക്കും വിധം, നമുക്ക് അനുഗ്രഹമായി തീരും വിധം നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ നിയോഗങ്ങളെയും അമ്മയുടെ അരികിലുള്ള പ്രാർത്ഥനകളെയും അമ്മ ഫലമണിയിച്ചു തരുന്നു. ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.